എഴുതിയിരിക്കുന്നു, ദൈവം സ്നേഹമാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ്. സ്നേഹമെന്ന ഒരു വികാരം മാത്രമാണ് ദൈവത്തിന് ഉള്ളത്. നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ, എല്ലാവരെയും ഹൃദയം തുറന്ന് നിരുപാധികം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ദൈവത്തിൽ വസിക്കുന്നവന് മാത്രമേ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ ഇപ്രകാരം പറയുകയാണ്, എബ്രായ ലേഖനം 13:8, യേശുക്രിസ്തു ഇന്നലെയും എന്നും എന്നും ഒരുവൻ തന്നെയാണ്. കർത്താവ് ഒരുവൻ മാത്രമാണ്. യേശുക്രിസ്തുവിന് ഇന്നലെകളില്ല, നാളെകളില്ല. കർത്താവ് ഇന്ന് ജീവിക്കുന്നവനാണ്, ഇന്ന് ജീവിക്കുന്നവനാണ്, ഇന്ന് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് സക്കേവൂസിനെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കർത്താവ് ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷ എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും മാറ്റമില്ലാതെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്നോടൊപ്പം ജീവിക്കുന്നു എന്ന പരമമായ സത്യം നീ തിരിച്ചറിയാതെ പോകുന്നതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇമ്മാനുവലായ കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്ന വിശ്വാസ സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ചവരുടെ ദൈവമല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി, അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. നസ്രായനായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ക്ലേശങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ നിരാശയിൽ, പ്രത്യാശയില്ലാത്ത നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മൾ വിളിച്ചാൽ, നമ്മൾ ഹൃദയം കൊണ്ട് വിളിച്ചാൽ യേശുക്രിസ്തു നമ്മുടെ വിളി കേൾക്കുമെന്ന വിശ്വാസ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം, മാറ്റമില്ലാതെ ഇന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തു നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മൂന്നാണികളിൽ പിടഞ്ഞ് നസ്രായനായ യേശുക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഇന്നും നമ്മളോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇന്നും നമ്മോടൊപ്പം ജീവിക്കുകയാണ്. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമം മാത്രം. മറ്റാരിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ രക്ഷയുള്ള ഒരു ദൈവത്തെ, രക്ഷയുള്ള ഒരു നാമത്തെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ആ നാമത്തിന്റെ പേരാണ് നസ്രായനായ യേശുക്രിസ്തു. നസ്രായനായ സത്യ ദൈവം, സത്യ ദൈവം. നമ്മൾ വിശ്വസിക്കുക, യേശു എന്ന നാമത്തിൽ സത്യമുണ്ട്, യേശു എന്ന നാമത്തിൽ സൗഖ്യമുണ്ട്, യേശു എന്ന നാമത്തിൽ സമാധാനമുണ്ട്, യേശു എന്ന നാമത്തിൽ സ്നേഹമുണ്ട്, യേശു എന്ന നാമത്തിൽ മാത്രമാണ് രക്ഷ. യേശു തന്ന സൗജന്യ രക്ഷയിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കാണുന്ന ഈ ഛായാചിത്രം ദൈവമായ കർത്താവിന്റെ കരുണയെ സൂചിപ്പിക്കുന്നതാണ്. ദൈവം എത്രയധികമായി നമ്മളോട് കരുണ കാണിക്കുന്നു, എത്രയധികമായി പിതാവായ ദൈവം നമ്മോട് കരുണ കാണിച്ചു. പിതാവായ ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഭൂമിയിൽ ആയിരിക്കുന്നത്. ദൈവപിതാവിന്റെ കരുണയെ നമ്മൾ തിരിച്ചറിയണം. ഈ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണയിൽ നമ്മൾ ശരണപ്പെടണം. കാരണം ഈ കരുണ കാണിച്ച ഇതുപോലെ കരുണ കാണിച്ച മറ്റൊരു ദൈവമില്ല എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം 12:13 പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും കരുണ കാണിച്ച മറ്റൊരു ദൈവമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, ആ ദൈവ
ദൈവത്തിലേക്ക്, യേശുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ സത്യത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കണം. അനുദിന ജീവിതത്തിൽ യേശു മാത്രമാണ് കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യേശു കർത്താവിന് ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുത്ത രക്ഷകനായ ഒരു ദൈവത്തെ നമ്മൾക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിന്റെ കരുണയ്ക്ക് മുന്നിൽ നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് ശോഭിക്കുക പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തിൽ വിശ്വാസപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം.